അയ്യയ്യോ, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം എവർ. ഈ 3 ഇയേഴ്സിൽ ഇത് ആദ്യമായിട്ട്. വാവ്. പക്ഷെ ഇങ്ങനെയൊരു കഷ്ടകാലം ഈ ലോകത്ത് ആർക്കും വരാൻ പാടില്ല. കാരണം ഞങ്ങൾക്കെന്ത് ഓണം, ഞങ്ങൾക്കെന്ത് ദിവാലി, ഞങ്ങൾക്കെന്ത് ക്രിസ്മസ്. വർക്ക് ചെയ്യുന്നവർ വർക്ക് ചെയ്യും, ഫോട്ടോഷൂട്ട് എടുക്കുന്നത് ഫോട്ടോഷൂട്ട് എടുക്കും. ഇതൊന്നുമല്ല മക്കളെ. ഈ സിനിമയിൽ പറഞ്ഞ പോലെ പൂരം കൊട്ടിയേറി മക്കളെ എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ട് കണ്ടു. ടോട്ടൽ HCൽ തന്നെ ഫുള്ള് വൈബ് മോഡ് ഓൺ ആക്കിയിട്ട് എല്ലാവരും കൂടെ അങ്ങ് അടിച്ച് പൊളിച്ച്. നമ്മൾ ഈ വലിയ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയാൽ ആദ്യം നമുക്കൊരു സ്റ്റാർട്ടർ തരില്ലേ, ജ്യൂസ് പോലെ. അതുപോലെയായിരുന്നു ഫസ്റ്റ് ഒരു ഡാൻസ്. ആരെയും ഞങ്ങൾക്ക് കാണുന്നില്ല, എന്നാലും ഞങ്ങളൊരു വൈബ് മോഡ് ഓൺ ആക്കിയെന്നേ ഉള്ളൂ. ചുറ്റും നോക്കി എല്ലാവരും നിശബ്ദത കീപ്പ് ചെയ്യുന്ന ആൾക്കാരെ പോലെ. അതിനുശേഷം എനിക്ക് മനസ്സിലായത് എല്ലാവരും എന്തിനായിരുന്നു വെയിറ്റ് ചെയ്തതെന്ന്. DJ അങ്ങോട്ട് അഴിച്ച് വിട്ടു. അതിനുശേഷം ആ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന ഒരു ആളെ പോലും കണ്ടില്ല. എല്ലാവരും അങ്ങോട്ട് കളത്തിലേക്ക് ഇറങ്ങി. ഈ വീഡിയോൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് റോളിലുള്ളത് മുഴുവനും ഞങ്ങളുടെ പിള്ളേരാണ്. പിന്നെ ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തേ ഉള്ളൂ. DJ മാത്രമായിട്ട് ഒരു 45 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ടായിരുന്നു പരിപാടി. അതിനുശേഷം ഫൈനൽ ടച്ചായിട്ട് അവർ ഫ്ലാഷ് ഓൺ ആക്കാൻ പറഞ്ഞായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലൊരു നോർമൽ ഫോൺ ആയതുകൊണ്ട് ഫ്ലാഷ് അന്വേഷിക്കുമ്പോഴേക്കും ആ പരിപാടി അങ്ങോട്ട് തീർന്നു. അത് കഴിഞ്ഞതും നെക്സ്റ്റ് ഡേ നമ്മൾ പോയിട്ടുള്ള കളിക്കളമൊന്നും നോക്കണ്ടേ. അവിടെ പോയപ്പോൾ ആരുമില്ല, എല്ലാവരും ദിവാലി ആയതുകൊണ്ട് ലീവായിരുന്നു. പിന്നെ എനിക്ക് എപ്പോഴും ഓഫീസൊരു വൈബ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകും. എന്നിട്ട് അവസാനം ഞാൻ എൻ്റെ സിസ്റ്ററേയും വിളിച്ചിട്ട് ബ്രദറേയും വിളിച്ചിട്ട് ഫൈനൽ ടച്ച് ഒരു സെൽഫി എടുത്തിട്ട് വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, നിങ്ങളുടെ ഓഫീസിലും ഇതുപോലത്തെ ദീപാവലി ആഘോഷം ഉണ്ടോ ഗൈസ് എന്ന് ചോദിക്കില്ലേ. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഇതൊക്കെ ചെയ്യണേ.